ഉയരം കൂടുന്നതനുസരിച്ച് ചായ വേറെ ലെവലാവുമെന്ന് ആരോ എവിടെയോ പറഞ്ഞ വാക്ക് ഞാനിവിടെ സ്മരിക്കുന്നു. നമ്മളിപ്പം വട്ടവടയിലേക്ക് മൂന്നാറിൽ നിന്ന് പോണ വഴിയാണ്. ഒരു കിടിലൻ റൂട്ട് എക്സ്പീരിയൻസ് ആണ് നമ്മളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം മഴയൊക്കെ പെയ്ത് ഒന്ന് സെറ്റായിട്ടാണ് കിടക്കുന്നത്. അടിപൊളിയാണ്. നിങ്ങളിവിടെ വരുവാണെങ്കിൽ എന്തായാലും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. കാരണം തേയിലയും കാര്യങ്ങളും എല്ലാം ഇവിടെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. മൂന്നാറൊക്കെ വരുമ്പോൾ വീട്ടിലേക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ ഇവിടെ കയറിയാൽ മതി. ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. എന്താണേലും ഒന്നും വാങ്ങിച്ചിട്ടില്ല, തിരിച്ചു വരുമ്പോൾ വാങ്ങിക്കും. ക്ലൈമറ്റ് ഒരു രക്ഷയില്ലാന്ന് പറയാം. ഒരു മഴയൊക്കെ പെയ്ത് ഇപ്പോൾ ചെറുതായിട്ട് വെയിലിറങ്ങുന്നുണ്ട്. പക്ഷെ നല്ല രസമുണ്ട്, നല്ല തണുപ്പുണ്ട്. തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലൂടെ ഉള്ളൊരു റൈഡ് നേരെ വട്ടവടയിലേക്കാട്ടോ, അതും ടോപ്പ് സ്റ്റേഷൻ വഴി. മൂന്നാർ വന്നിട്ട് ഈ വഴി വരാണ്ടിരിക്കരുത്. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വഴിയാണ്. വട്ടവട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ സ്ഥലമാണ്. നമ്മുടെ കേരളത്തിലെ തമിഴ് ഗ്രാമം എന്നാണ് വട്ടവടയെ പറയുന്നത്. വട്ടവട അവിടെ ഫുൾ തമിഴ്സാണുള്ളത്. പിന്നെ അറിയാമല്ലോ, നമ്മുടെ കൊടൈക്കനാലൊക്കെ ആയിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് വട്ടവട. വട്ടവടയിൽ നിന്ന് കൊടൈക്കനാൽ ഞാൻ പറഞ്ഞിട്ട് അറിയാമായിരിക്കുമല്ലോ നിങ്ങൾക്ക്, എസ്കേപ്പ് റൂട്ടിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ. വെറും 14 കിലോമീറ്ററിൽ നമുക്ക് വട്ടവട കൊട്ടാക്കമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമുക്ക് കൊടൈക്കനാലിലെ ക്ലാവര എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്താൻ കഴിയും. ഭയങ്കര ഒരു ഷോർട്ട് കട്ട് റൂട്ടാണ്. 50 കിലോമീറ്ററാണ് സത്യത്തിൽ ലൈക്ക് അവിടുന്ന് കൊടൈക്കനാലിലേക്ക് എത്താൻ വേണ്ടിയുള്ള ദൂരം. നമ്മൾ ചുറ്റിക്കറങ്ങി 250 കിലോമീറ്റർ ചുറ്റിക്കറങ്ങി പോകേണ്ടത് 50 കിലോമീറ്ററിൽ പോകാവുന്ന റൂട്ട് പക്ഷേ ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. അതിന് പല കാര്യങ്ങൾ പറയുന്നുണ്ട്, അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ സംസാരിക്കുന്നില്ല. എന്താണേലും വട്ടവടയിലേക്കുള്ള ഒരു വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ടോപ്പ് സ്റ്റേഷൻ ആക്ച്വലി നമ്മുടെ മൂന്നാറിൽ നിന്നൊരു 33 കിലോമീറ്റർ ഉണ്ട്. അവിടെ നിന്നൊരു 10-15 കിലോമീറ്ററും കൂടെ ഉണ്ട്. പിന്നെ വട്ടവട 50 കിലോമീറ്റർ ഉണ്ട് ശരിക്കും ഇവിടുന്ന് പറയുകയാണെങ്കിൽ. പക്ഷേ ഈ വണ്ടിയും കൊണ്ട് കുണ്ടും കുഴിയുള്ള റോഡ് ഒക്കെ പോകാൻ നല്ല രസമാണ് കേട്ടോ. ഇപ്പം നല്ല മോശം വഴിയാണ്, പക്ഷെ നമുക്ക് നൈസായിട്ട് പോവാം. ഇപ്പം ഇതുപോലെ എന്നാലും പുള്ളി ഓവർടേക്ക് ചെയ്ത് പോയി. ഈ വഴി മോശം വഴിയൊക്കെ എക്സ്പൾസിന് ഒരു ഹരം തന്നെയാണ് എപ്പോഴും ഓടിക്കാനായിട്ട്. നല്ല രസമാണ് വണ്ടി ഓടിക്കാൻ. ഇച്ചിരി പവർ കുറവുള്ള വണ്ടിയാണെങ്കിലും ഈ റോഡുകളിൽ വലിയ പവർ കുറവ് തോന്നുന്നില്ല. റോഡ് ചില സ്ഥലങ്ങളിലൊക്കെ വളരെ മോശം അവസ്ഥയിലാണ്. ഇപ്പം കുഴപ്പമില്ല. കുറച്ച് നേരത്തെ മുമ്പ് അരുണുല്ലാസ് കാലും കയ്യൊക്കെ പൊക്കി ഓടിക്കുന്നുണ്ടായിരുന്നു. ഉണ്ടോ? ഇവിടെയൊക്കെ ചെറിയ മോശാവസ്ഥയാണ് റോഡ്. പക്ഷേ ആ മോശാവസ്ഥേനേക്കാളും വ്യൂ അടിപൊളിയായതുകൊണ്ട് നമുക്ക് പോകാൻ തോന്നും. ഇപ്പം റോഡ് കുറച്ച് സെറ്റായി വരുന്നുണ്ട് കേട്ടോ. തിരക്കൊന്നുമില്ല. തിരക്കില്ലാത്തതിൻ്റെ ഒരു സുഖം ഈ റോഡിൽ കിട്ടുന്നുണ്ട്. ഇങ്ങനെയുള്ള മരങ്ങളായിരിക്കും കുറേ അങ്ങോട്ടിനി ഉള്ളത് വട്ടവട എത്തിക്കഴിഞ്ഞാൽ. പക്ഷേ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, എന്തോ ഗ്രാൻഡിസ് എന്നെങ്ങാണ്ടാണ് ഇതിൻ്റെ പേര്. പക്ഷേ ഇത് ഒരു സീൻ മരമാണ്. ഇവിടുത്തെ വെള്ളവും കാര്യങ്ങളും എല്ലാം തീർക്കുന്നത് ഈ മരങ്ങളാണ്. കാണാൻ നല്ല ഭംഗിയാണെങ്കിലും ഇത് നല്ല രീതിയിൽ വെള്ളം കൺസ്യൂം ചെയ്യും. അതുകൊണ്ട് അവിടെയുള്ള ബാക്കി പ്ലാന്റ്സും ബാക്കി നമ്മളെപ്പോലുള്ള ആളുകൾക്കും ഒന്നും ജീവിക്കാൻ വെള്ളമില്ലാത്ത അവസ്ഥയാണ് വട്ടവടയിൽ ചില സമയത്ത് വരുന്നത്. വാട്ടർ സ്കാസിറ്റി വരാൻ കാര്യം തന്നെ ഈ ഗ്രാൻഡിസ് ട്രീ ആണ് അതിന് ഉത്തരവാദി. ഈ മരം നടുക്കുന്ന് മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ വെള്ളം കുടുകുടാ വരുന്ന വീഡിയോസൊക്കെ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ അവിടെയുള്ള ആൾക്കാരെന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ നേരിട്ടും കണ്ടിട്ടുണ്ട്. നേരിട്ട് കണ്ട കാര്യം ഇപ്പോഴാണ് ഓർമ്മ വന്ന.
അപ്പം ഇത് വെട്ടി നശിപ്പിക്കാൻ വേണ്ടി ഗവൺമെൻറ് ഓർഡറൊക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം ബാക്കിയുള്ള ലൈക്ക് പ്ലാന്റേഷനും വെജിറ്റബിൾ കൾട്ടിവേഷനും ഒന്നും നടക്കുന്നില്ല ഇത് കാരണം. പക്ഷേ നമ്മളെ വട്ടവട കയറുന്ന സ്ഥലത്തുണ്ടല്ലോ, അത് വൻ രസമാണ്, കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അത് നല്ല കളർഫുള്ളായിട്ടായിരിക്കുന്ന. ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട് കേട്ടോ. റോഡിന്റെ അവസ്ഥ നോക്കിയേ, അയ്യോ. ഇത് സത്യത്തില് ബൈക്കിൽ തന്നെ വരണം എൻജോയ് ചെയ്യാനായിട്ട്. കാറിൽ വരുമ്പം ഇത്രയും ഒരു രസം കിട്ടാറില്ല. എക്കോ പോയിന്റ് 6 കിലോമീറ്റർ. ഇവിടെയാണ് നമ്മുടെ മാട്ടുപ്പെട്ടി ഡാം ഉള്ളത്. സാധാരണ ടൂറിസ്റ്റുകൾ ഈ സ്പോട്ട് വരെയൊക്കെ വരാറുള്ളൂ. ഇവിടെയൊക്കെ ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ മുട്ടൻ തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് പെട്ട് പോകുമ്പോൾ അറിയാം. നമ്മൾ ഈ ബൈക്കിൽ വന്നു കഴിയുമ്പോഴും പെടാറുണ്ട്, പക്ഷേ കാറിലൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ട ബ്ലോക്കാണ്. ഇവിടുന്ന് അങ്ങ് ബ്ലോക്ക് തുടങ്ങും. ഒരറ്റം വരെ മറ്റേ അറ്റം വരെ കുറേ ടൂറിസ്റ്റ് ബസ്സും കുറേ ആൾക്കാരും ഫുൾ സീനായിട്ട്. എന്താണേലും ആ കാർ പൊക്കോട്ടെ, എന്നിട്ട് പോവാം. ഞാൻ പതുക്കേ പോവുള്ളൂ. ഓ എൻ്റെ പൊന്നോ, നല്ല കുഴിയാണുള്ളത്. അത് പട്ടികൾ എന്തത് കാണിക്കുന്നവര്. എൻ്റെ പൊന്നോ, റണ്ണിങ് റേസ് ആണോ? മാട്ടുപ്പെട്ടി ഡാം പാർക്കിംഗ്. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇതുവരെ ബോട്ടിംഗ് ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ ബോട്ടിംഗ് ഒക്കെ ചെയ്യണം. നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലേ ഇവിടെ ബോട്ടിംഗ് ഒക്കെ ചെയ്യുമ്പോൾ. എൻ്റെ പൊന്നോ, ആന ഇറങ്ങുന്ന സ്പോട്ട് ഉണ്ടെന്ന് അരുണുല്ലാസ് പറഞ്ഞ്. ആ സ്പോട്ടിൽ ആന വന്നാൽ മതിയായിരുന്നു. ഞാൻ ഈ റൂട്ട് എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ആനയൊന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. പല ആൾക്കാരും വ്ളോഗിൽ ആനയുടെ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ മുമ്പിൽ മാത്രമാണ് ഈ ആനയൊന്നും വരാത്തത്. എൻ്റെ മുമ്പിലൊന്നും വരണ്ട, എന്നാലും സൈഡിൽ നിൽക്കുന്നത് ഒന്ന് കാണണമെന്നുണ്ട് ആനേനെ. ഓ, നമ്മുടെ ആന സ്പോട്ട് എവിടെയാ? കഴിഞ്ഞ കാണാൻ പറ്റുമോ ആനയെ? ഓക്കെ. മഴ പെയ്ത ആന പോവല്ലേ നനഞ്ഞിട്ട്? പുള്ളിക്ക് മനസ്സിലായില്ല. നമുക്ക് ഈ സ്ഥലമൊക്കെ കാണുമ്പോൾ പല സ്ഥലത്തും ടെൻ്റ് അടിക്കാനൊക്കെ തോന്നും. വെറുതെ അടിച്ച് സീനാക്കണ്ട. ഒന്ന് ഫോറസ്റ്റുകാർ സീനാണ്, പിന്നെ ആനയും സീനാണ്. അയ്യോ, കട്ട മഴ, നല്ല കിടിലൻ മഴയാണ്. അരുണോല്ലാസ് ഗോപ്രോ ഒക്കെ എടുത്ത് ഉള്ളിലിടുന്നുണ്ട്. മൈക്ക് അഡാപ്റ്റർ യൂസ് ചെയ്യുമ്പോൾ ഗോപ്രോ അടിച്ചു പോകാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് ഇടുന്നത്. എൻ്റെയും ഏത് നേരം വേണമെങ്കിലും അടിച്ചു പോവാം, പക്ഷെ ഊരാൻ മടിയായതുകൊണ്ട് ഞാനിങ്ങനെ ഓണാക്കി വെച്ചോണ്ടിരിക്കുന്നു. ക്യാമറേൻ്റെ ഉള്ളിൽ വെക്കണ്ടേ? ആ, വെക്കണോ? ആ, എന്നാ വാ, കമോൺ വെച്ചോളൂ. ഇത് നമ്മുടെ റോയൽ എൻഫീൽഡിൽ നിന്ന് കിട്ടിയ നമ്മുടെ ഒരു ബാഗാണ് കേട്ടോ. അടിപൊളി സാധനമാണ്. കിടിലൻ സാധനം, സത്യത്തിൽ കിടിലൻ സാധനമാണ്. നല്ല ഒട്ടും വെള്ളം ഉള്ളിൽ കയറില്ല. കമോൺ, ഇതിൻ്റെ ഉള്ളിൽ വെച്ചോളൂ. ഞാനിത് എപ്പോഴും ബാക്ക് പാക്കായിട്ട് യൂസ് ചെയ്യുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. റോയൽ എൻഫീൽഡ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തേക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ ബാഗ്. പിന്നെ അതെ, ഈ ജാക്കറ്റൊക്കെ ഇതെല്ലാം ഇഷ്ടമുണ്ട്. അതെല്ലാം സെറ്റപ്പ് സാധനങ്ങളാണ്. റോയൽ എൻഫീൽഡിൻ്റെ ആക്സസറീസ് ഒക്കെ ഇപ്പം വേറെ ലെവലാവുന്നുണ്ട്. ഓ മൈ ഗോഡ്, കമോൺ കൊണ്ടുപോവാ. എനിക്ക് തോന്നുന്നത് വട്ടവട വരെ ഈ മഴ ഉണ്ടാവും തോന്നുന്നിട്ടാ. ഇടിച്ച് താഴേക്ക് ഇറക്കിയാലേ ഞാൻ. നമ്മുടെ ആനയെ കാണുന്ന സ്പോട്ടിൽ വന്നു, പക്ഷെ ആനയെ പോയിട്ടൊരു തേങ്ങയെ കണ്ടില്ല. പക്ഷെ ഒരു രക്ഷയില്ലാത്ത സ്പോട്ടാട്ടോ. ഇത് കണ്ടു കഴിഞ്ഞാൽ അവിടെ പോയി ക്യാമ്പ് അടിക്കാനൊക്കെ തോന്നും. പക്ഷെ ക്യാമ്പ് അടിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി തീർന്ന കാര്യം. ഇവിടെ ഏറ്റവും അധികം ആന വന്ന് പുല്ല് കഴിക്കുന്ന ഒരു സ്ഥലമാണ്. തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് വെള്ളവും കിട്ടും ആനയ്ക്ക്. അതുകൊണ്ട് ആനയുടെ ഇഷ്ടവാസ കേന്ദ്രമാണ് ഇവിടെ. ഇത് കാണാൻ തന്നെ, ആന ഇല്ലെങ്കിൽ തന്നെ കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയാൽ. ഈ മഞ്ഞ ജാക്കറ്റ്
ഈ പച്ചപ്പുല്ലും. അവിടെ ഒരു കറുത്ത ആനയും കൂടെ വന്നിരുന്നെങ്കിൽ വേറെ മൂടായിരുന്നേനെ. പക്ഷെ ആന വന്നില്ല. പക്ഷെ ലാൻഡ്സ്കേപ്പ് ഒക്കെ വേറെ 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 സാധനമാണ്. അതിപ്പം ഈ ക്യാമറ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഗോപ്രോയിലൊന്നും കണ്ടാൽ മനസ്സിലാവില്ല കേട്ടോ. താങ്ക്സ് ടു ആരോണില്ല. പോയ വണ്ടി കണ്ടില്ല നമ്മുടെ KSRTC. അത് നമ്മുടെ സൈറ്റ് സീയിങ് വണ്ടിയാണ്. കുറച്ച് പൈസ മതി. നമുക്ക് മൂന്നാറിൽ നിന്ന് നമ്മുടെ ടോപ്പ് സ്റ്റേഷൻ വരെ പോയി തിരിച്ച് കൊണ്ടുവരുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. സത്യത്തിൽ KSRTC ഈ റൂട്ടിൽ വരണം. കാരണം KSRTCയിൽ വന്നു കഴിഞ്ഞാലേ നമുക്ക് ബൈക്കിൽ കാണാത്ത പല ദൃശ്യങ്ങളും KSRTCയിൽ കാണാൻ പറ്റും. അത് അത്രയും ഹൈറ്റിലിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ ആന ഉണ്ടാവും. നമുക്ക് കാണണം കഴിയണമെന്നില്ല ബൈക്കിലും കാറിലും ഒക്കെ പോകുമ്പോൾ. പക്ഷേ KSRTCയിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. അത് എന്തായാലും നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ സൈറ്റ് സീയിങ് വണ്ടി നമ്മൾ 2 കണ്ട്. ക്ലൈമറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക കേട്ടോ. കുറച്ച് നേരത്തെ വെയിലായിരുന്നു. ഇപ്പോൾ വീണ്ടും മഴ വന്നു. നമ്മളിപ്പോൾ മറ്റേ കുണ്ടള ഡാമിൻ്റെ അവിടെ എത്താറാവുന്നു. പിന്നെ വേറൊരു കാര്യം, കാന്തല്ലൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് മൂന്നാറിൽ. ഇവിടുന്ന് നമ്മൾ റൂട്ട് മാപ്പ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 10-80 കിലോമീറ്റർ കാണും ഇവിടുന്ന് ടോപ്പ് സ്റ്റേഷൻ. 10-60-70 കിലോമീറ്റർ കാണും. അത് ഇവിടുന്ന് ഒരു 15 കിലോമീറ്ററിൽ പോകാൻ പറ്റിയൊരു ഷോർട്ട് കട്ട് ഉണ്ട്. പക്ഷേ അതും ക്ലോസ്ഡ് ആണെന്നാണ് അറിഞ്ഞത്. പക്ഷെ എന്തായാലും ഈ പ്രാവശ്യം തിരിച്ച് വരുമ്പം എന്തായാലും കാന്തല്ലൂർ ആ വഴി കയറാൻ ഞാനൊന്ന് ശ്രമിച്ചു നോക്കും. അതിൻ്റെ വീഡിയോ എന്തായാലും നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നതായിരിക്കും. അപ്പം നിങ്ങളെന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് വേറെ ലെവലിൽ എത്തിക്കാൻ നോക്കണം കേട്ടോ. എന്നാലും നിങ്ങൾക്ക് വീഡിയോ ഒക്കെ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഈ സബ്സ്ക്രിപ്ഷനും നിങ്ങളുടെ സപ്പോർട്ടും ഒക്കെ എന്നും എനിക്ക് എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഒരു വലിയ മോട്ടിവേഷനാണ്. അപ്പോൾ ആ റൂട്ട് ഞാൻ കാണിച്ചു തരാം. എന്തായാലും തിരിച്ച് വട്ടവടയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് അടുത്ത ദിവസങ്ങളിൽ ഇറങ്ങുമ്പം ആ വഴി ഒന്ന് കാന്തല്ലൂർ പിടിക്കാൻ ശ്രമം നടത്തുന്നതായിരിക്കും. എന്താണ് അവസ്ഥയെന്ന് നോക്കാം. ഫോറസ്റ്റുകാർ പിടിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം നമുക്കറിയില്ല ഇങ്ങനെ അങ്ങനെ വന്നതൊക്കെ കഥ പറഞ്ഞ് നമുക്ക് തിരിച്ചു വരാം. അത് ക്ലോസ്ഡ് ആണെന്നും കേട്ടു, ചില ആൾക്കാർ പോയിട്ടുണ്ടെന്നും കേട്ടു. എന്താണേലും ട്രൈ ചെയ്യണം. എനിക്ക് മനസ്സിലാവാത്ത കാര്യം ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ റൂട്ടുകൾ ഈസി ആയിട്ട് കിടക്കുമ്പോൾ എന്തിനാണോ ഇത്ര കറങ്ങി പോകുന്നത്? ഇവിടുന്ന് സാധാരണ പോകണമെങ്കിൽ നേരെ ഇത് ടോപ്പ് സ്റ്റേഷൻ, ഇപ്പോൾ ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് നേരെ നമ്മൾ മറ്റേ മൂന്നാർ എത്തണം. മൂന്നാറത്തായിട്ട് മറയൂർ റൂട്ട് പിടിക്കണം. മറയൂർ റൂട്ട് പിടിച്ചിട്ട് കാന്തല്ലൂർ പിടിക്കണം. അതാണ് അവസ്ഥ. ഇവിടുന്ന് ഡയറക്റ്റ് 15 കിലോമീറ്ററിൽ കാന്തല്ലൂർ എത്താൻ കഴിയുമ്പോൾ ഇങ്ങനെ വട്ടം കറങ്ങി വരേണ്ട ആവശ്യം എന്താണ്? മറ്റേത് തമിഴ്നാട് കേരളം എന്ന് പറയും. ഇത് കാന്തല്ലൂരും വട്ടവടയൊക്കെ കേരളത്തിൻ്റെ ഭാഗം തന്നെയാണല്ലോ. മറ്റേതിൻ്റെ സീൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്കേപ്പ് റൂട്ടിൻ്റെ സീൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്കേപ്പ് റൂട്ട് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വട്ടവടയിലെ ലൈക്ക് വെജിറ്റബിൾസും കാര്യങ്ങളും എല്ലാം കൊടൈക്കനാലിലേക്ക് ലൈക്ക് സപ്ലൈ പോവും എന്നുള്ള ഒരു സീൻ കാരണമാണ് ആ റൂട്ട് ഭയങ്കര ലൈക്ക് ഇതാക്കി വെച്ചേക്കുന്നത്. അങ്ങനെ കുറേ ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കേരളത്തിൻ്റെ വെൽഫെയർ രക്ഷിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ കൊടൈക്കനാലിൻ്റെയും തമിഴ്നാടിൻ്റെ ഒരു ഇൻകം നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയോ ടൂറിസം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയൊക്കെ ആയിരിക്കും ചെയ്തേക്കുന്നത്. പക്ഷേ ഈ കാന്തല്ലൂരും വട്ടവടയും കൂടെ കണക്ട് ചെയ്തേക്കുന്ന റൂട്ട് എന്തിനാണ് ക്ലോസ് ചെയ്തേക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊക്കെ തുറന്നു കൊടുക്കണ്ടേ? അതൊക്കെ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും രൂപയ്ക്കൊക്കെ പെട്രോൾ അടിക്കുന്നതൊക്കെ കുറഞ്ഞു കിട്ടൂലേ? എന്താണേലും ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആണ്. നമ്മളെന്തായാലും ട്രൈ ചെയ്ത് നോക്കും. എന്താണേലും നോക്കും. അതിൻ്റെ റീസൺ എന്താണെന്ന് എനിക്കറിയില്ല. എന്നാലും അതൊക്കെ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. കുറേ ആൾക്കാർ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പല ആൾക്കാരും ചിലപ്പോൾ ആ റൂട്ട് പണ്ട് പോയിട്ടുണ്ടാവും. പക്ഷേ ഇപ്പം പോകാൻ കഴിയില്ല എന്നാണ് അറിഞ്ഞത്. എന്താണേലും ട്രൈ ചെയ്യും. ട്രൈ ചെയ്തില്ലെങ്കിൽ പിന്നെ അതിനകത്തൊരു അർത്ഥമില്ലല്ലോ. ുള്ള റൂട്ട് ഇതാണ് നമ്മുടെ കുണ്ടള ഡാമിലേക്കുള്ള റൂട്ട്. ഇതുവഴിയാണ് കാന്തല്ലൂർ പോകേണ്ടത്. എന്താണാവോ ഈ റൂട്ട് തുറക്കാത്തത് എന്താണ്? ഈ റൂട്ടിൻ്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല.
ഞാൻ പോയിട്ടില്ല. ഞാനിപ്പോൾ പല ആൾക്കാരും മറ്റേ എസ്കേപ്പ് റൂട്ടിൻ്റെ വീഡിയോ ഇട്ടതിന് ശേഷം പലരും എനിക്ക് പറഞ്ഞു തന്നൊരു റൂട്ടും കൂടിയാണിത്. എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നോക്കിയിരിക്കും തിരിച്ചു വരുമ്പോൾ. പോവാം. ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഞാനിതുവരെ ബോട്ടിംഗ് ഒന്നും ഇവിടെ അറ്റൻഡ് ചെയ്തിട്ടില്ല. ബോട്ടിംഗ് അറ്റൻഡ് ചെയ്യണം. എപ്പോഴും ഈ ബൈക്ക് മാത്രം ഓടിച്ച് നടക്കുകയാണ് കുറച്ച് കാലമായിട്ട്. ആ ഒരു എക്സ്പീരിയൻസും കൂടെ കിട്ടണം. അതൊക്കെ നല്ല രസമായിരിക്കും ബോട്ടിംഗ് ഒക്കെ ചെയ്യണ്ടേ. കാരണം ഉള്ള ഫോറിനേഴ്സൊക്കെ പുറത്തുനിന്ന് വന്ന് ഇവിടെ ബോട്ടിങ് ചെയ്യും. നമ്മൾ ഈ നാട്ടിലുണ്ടായിട്ടൊന്നും ചെയ്തില്ലെങ്കിൽ അതൊരു ശരിയല്ലാത്ത തീരുമാനമല്ലേ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നമ്മളപ്പോൾ എല്ലപ്പട്ടി എത്തിയിരിക്കുകയാണ്. എല്ലപ്പട്ടി, ദ ലാൻഡ് ഓഫ് മാജിക് മഷ്റൂംസ്, കേരളത്തിലിട്ടാ. നമ്മളപ്പോൾ ഇവിടുന്ന് എന്നും കഴിക്കുന്ന പഴംപൊരിയും ചായയൊക്കെ കഴിച്ച് എല്ലപ്പട്ടിയിൽ നിന്ന് മുന്നോട്ട് നീങ്ങുകയാണ് സുഹൃത്തുക്കളെ. നേരെ ഇനി വട്ടവട. 5:30 സമയം. 6 മണിക്ക് മുമ്പ് വട്ടവട കയറണം. പിന്നെ നമുക്ക് റൂം അവിടെ ബുക്ക്ഡ് ആയത് കൊണ്ട് ഇച്ചിരി വൈകിയാലും കുഴപ്പമില്ല എന്നാണ് ഇവിടെയൊക്കെ പറഞ്ഞത്. എന്നാലും 6 മണിക്ക് മുമ്പേ എത്തിക്കഴിഞ്ഞാൽ ടെൻഷൻ ഇല്ലല്ലോ. ഓ മാൻ, തണുത്തട്ട് വയ്യാട്ടാ. തിരിച്ചു വരുമ്പം കാന്തല്ലൂർ വഴി വരാൻ പറ്റുന്നതിനെ കുറിച്ച് ഞാൻ ലോക്കൽസിനോടൊക്കെ ചോദിക്കുന്നുണ്ട്. പറ്റും എന്നാണ് പലരും പറയുന്നത്. അപ്പം എന്താണേലും അത് ട്രൈ ചെയ്ത് നോക്കിയിരിക്കും. 70 കിലോമീറ്റർ ചുറ്റി കാന്തല്ലൂർ പോകുന്നതിന് പകരം 15 കിലോമീറ്റർ കാന്തല്ലൂർ ഈ വണ്ടി ഓടിച്ച് പോകാനാണ് പ്ലാൻ. അരുണുല്ലാസ് ആ വണ്ടി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലെറ്റ്സ് സീ. എന്റെ മോനെ, തണുത്തട്ട് വയ്യാട്ടോ. സീൻ തണുപ്പെന്നൊക്കെ പറഞ്ഞാൽ സീൻ തണുപ്പാണ്. $33 കിലോമീറ്റർ ടോപ്പ് സ്റ്റേഷനിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ മൂന്നാറിൽ നിന്ന്. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന ഒരു സ്പീഡിൽ നമുക്ക് എത്താൻ കഴിയില്ല. കാരണം ക്ലൈമാറ്റിക് കണ്ടീഷനും റോഡിന്റെ കണ്ടീഷനും ഒക്കെ വെച്ച് നല്ല സമയം എടുക്കുന്നുണ്ട് ഈ 33 കിലോമീറ്റർ കവർ ചെയ്യാൻ. വട്ടവട അവിടെ നമ്മളെ RTPCR കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ ബുദ്ധിമുട്ടിക്കുകയാണ്. നമ്മളെ ഫോറസ്റ്റുകാർ അല്ലെങ്കിൽ അവിടുത്തെ പോലീസുകാർ നമ്മളെ വിടുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ കട്ട ലോക്ക്ഡൌണിന്റെ സമയത്ത് നിങ്ങൾക്ക് വട്ടവട കയറണമെന്ന് വളരെയധികം ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വഴി പോയാൽ മതി. ഇതുവഴി വട്ടവട കയറാൻ പറ്റും. എൻ്റെ പൊന്നു, ഈ വഴി കണ്ടിട്ട് മഞ്ഞൊക്കെ ഉള്ള വഴി. ഇതുവഴി പോകണോ അതോ അതുവഴി പോകണോ? ഇവിടെ മഞ്ഞ് വരുമായിരിക്കും അല്ലേ? എൻ്റെ പൊന്നു. അപ്പോൾ ഇതുവഴി വേണമെങ്കിൽ വട്ടവട പോകാം. അതാകുമ്പോൾ ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഒഴിവാക്കി വട്ടവട കയറാണ്ട് നമുക്ക് പഴന്തോട്ടം എത്താൻ പറ്റും. പക്ഷെ വട്ടവടയുടെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേറെ ലെവൽ ഭംഗിയാണ്. പക്ഷെ അത് കണ്ടു തന്നെ നമുക്ക് പോകാം അല്ലേ? അയ്യോ, എന്തൊരു റൈഡാല്ലേ! അയ്യോ, പൊളി സാധനം.
നല്ല വൈബും നല്ല ക്ലൈമറ്റും ഒക്കെ ആയിരുന്നു. കോട എന്ന് പറഞ്ഞ സാധനം കിട്ടിയിട്ടില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ചെറുതായിട്ട് കോട കിട്ടി തുടങ്ങിയിരിക്കുന്നു. ഇനി കോട കിട്ടിയതാണോ എന്റെ കണ്ണിന്റെ മുമ്പിൽ കാഴ്ച പോയതാണോ എന്ന് എനിക്കറിയില്ല. കാഴ്ച പോയതാണെന്ന് തോന്നിട്ടാ, കണ്ണിന്റെ മുമ്പിൽ കണ്ണിന്റെ മറ്റേ ഗ്ലാസ്സിൽ ഇത് ഫോഗ് അടിച്ചാണെന്ന് തോന്നുന്നു. Oh man! ഫുൾ കോട. ടോപ്പ് സ്റ്റേഷൻ എത്തിയ വേറെ മൂടാണ്. ഇതുവരെ നമുക്ക് കോടയൊന്നും കിട്ടിയില്ല, പക്ഷെ ടോപ്പ് സ്റ്റേഷൻ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞപ്പോഴേക്ക് ഫുൾ കോട സീനാണ്. ഓ എൻ്റെ മോനെ, അങ്ങനെ നമ്മൾ വട്ടവട ചെക്ക് പോസ്റ്റ് എത്തിയിരിക്കുകയാണ്. വട്ടവട ചെക്ക് പോസ്റ്റിൽ നിന്ന് ആ ലെഫ്റ്റ് കാണുന്ന വഴിയാണ് നമ്മുടെ എസ്കേപ്പ് റോഡ് പോകുന്ന വഴി. ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. പമ്പാട് നാഷണൽ പാർക്ക് വഴിയാണ് അത് പൊക്കോട്ടിരുന്നത്. അവിടെ ചെന്ന് പറയണമല്ലോ, എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എറണാകുളം സാർ, ഇവിടെ ഇപ്പോൾ ട്രക്കിംഗ് ഉണ്ടോ ഇതുവഴി? അതെപ്പോഴാണ് ഉള്ളത്? അതെവിടം വരെയാണ് കൊണ്ടുപോകുന്നത്? 4 കിലോമീറ്റർ അല്ലേ? ഇവിടെ സ്റ്റേ തുടങ്ങിയിട്ടുണ്ടോ? ആണല്ലേ. പേര് വണ്ടി നമ്പർ അറിയോ? 97. ഇതാണ് നമ്മുടെ പഴയ എസ്കേപ്പ് റൂട്ട്. ചോദിച്ചു നോക്കാം, ഫോറസ്റ്റുകാരോട് തന്നെ ചോദിക്കാം. എൻ്റെ പറഞ്ഞു KL 41 R2517. സാറേ, ഇതാണ് ഈ പഴയ നമ്മുടെ കൊടൈക്കനാലിലേക്കുള്ള റൂട്ട് എന്ന് പറയുന്ന റൂട്ട്. ഈ വഴിയാണോ പണ്ട് ഉണ്ടായിരുന്നത്? അരുൺ ഉല്ലാസ്, എൻ്റെ യാസീൻ, മുഹമ്മദ് യാസീൻ. 7306 504595. അങ്ങോട്ട് ട്രക്കിംഗ് ഒന്നും ഉണ്ടാവില്ല അല്ലേ? ആണല്ലേ. അപ്പൊ നിർത്താൻ പാടില്ല. ഞാൻ വന്നിട്ടുണ്ട് ഇതിനു മുമ്പ്. ശരി. ഇതാമത്തെ വഴി ദ ലെജൻഡറി എസ്കേപ്പ് റൂട്ട്. ചരിത്രം. നമുക്ക് ആ ട്രക്കിംഗ് ഒന്ന് പിടിച്ചാലോ? ഇവരുടെ അടുത്ത് ചോദിച്ചിട്ട് 4 കിലോമീറ്റർ ട്രക്കിംഗ് പോയിട്ട് ഇതുവഴി കറങ്ങി ഇപ്പുറം വഴി വരുമെന്ന് നോക്കാം നമുക്ക്. വട്ടവടയിൽ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. So finally we are heading to വട്ടവട. വട്ടവടയിലേക്ക് കയറാൻ വേണ്ടി RT-PCR വാക്സിനോ ഒന്നും ചോദിക്കുന്നില്ല. നല്ല കാര്യം. ലോകത്തേക്ക് എത്തിയതുപോലെ കേട്ടോ.
ഇവിടെയൊക്കെ ശരിക്കും മറ്റേ കൊടൈക്കനാലിലെ കൾച്ചറും കൊടൈക്കനാലിലെ ക്യാരക്ടറും ഈ സ്ഥലത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അയ്യോ ആ സൈഡിലൊക്കെ ആയിട്ട് ഗവൺമെൻറ് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട് സ്റ്റേ ചെയ്യാൻ വേണ്ടി. അതിപ്പം ഓപ്പൺ ആയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടെയൊക്കെ കാട്ടുപോത്തൊക്കെ വരാറുണ്ട് കേട്ടോ കോമൺ ആയിട്ട്. അതിമനോഹരമായ റൂട്ടിലൂടെ ഒരു യാത്ര എന്ന് കണ്ണടച്ച് പറയാം. മോനെ വേറെ ഏതോ രാജ്യത്തിലൂടെ ഒക്കെ വണ്ടി ഓടിച്ചു പോകുന്നൊരു ഫീൽ. അതുപോലെ ഈ ഗ്രാൻഡിസ് മരങ്ങളുണ്ടല്ലോ, അത് മുറിച്ച് കളയണമെന്നാണ് ഗവൺമെന്റിന്റെ റൂള്. കാരണം ഇത് നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്നുണ്ട്, വെള്ളം ഇത് അബ്സോർബ് ചെയ്തെടുക്കും. അതുകൊണ്ട് ഇവിടെ വെള്ളത്തിന് ക്ഷാമമാണ് ഈ സാധനം കാരണം. ഗ്രാൻഡിസ് മരങ്ങൾ മുറിച്ചുകൊണ്ട് പോകുന്നത് കണ്ടില്ലേ. വട്ടവടയിലേക്കുള്ള ഈ വഴി തന്നെ കേട്ടോ വട്ടവടയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഈ വട്ടവട എപ്പിസോഡിൻ്റെ ഒരു ഭാഗം നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എന്തായാലും ഞങ്ങളിന്ന് ഇവിടെ ഒരു കിടിലൻ സ്റ്റേ ഒക്കെ ചെയ്ത് അതിൻ്റെ വിശേഷങ്ങളായിരിക്കും അടുത്ത വീഡിയോയിൽ വരാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വട്ടവട കാന്തല്ലൂർ ഒരു ശ്രമം ഞാൻ നടത്തുന്നുണ്ട്, അതും വരുന്നുണ്ടായിരിക്കും. അറിയില്ല, അവസ്ഥ പോലെ, നമ്മുടെ മൂഡ് പോലെയാണ് നമ്മൾ വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ എന്താണേലും ഐ എം സൈനിങ് ഓഫ് ഫ്രം ദിസ് വ്ളോഗ്. സി യു ഇൻ അനദർ വ്ളോഗ്. ബൈ ബൈ.